ഇതൊന്ന് കണ്ടു നോക്കിയേ. റോഡരികിലെ കടയിൽ നിന്ന് പാനിപൂരി കഴിക്കുന്നതിനിടെ പാനിപൂരിക്കൊപ്പം നൽകുന്ന ലായനിയിൽ നിന്ന് ജീവനുള്ള എലി പുറത്തേക്ക് ചാടി. നമുക്കൊക്കെ പാനിപ്പൂരിയും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രീറ്റ് ഫുഡും ഒക്കെ വളരെയധികം ഇഷ്ടമാണല്ലേ. ആ പാനിപ്പൂരിയുടെ ആ വെള്ളത്തിൽ നിന്ന് വന്നത് ഒരു എലിയാണ്. ശരിക്കും ഇങ്ങനെ പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഞാൻ ഹൈദരാബാദിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് പോയി. രാമോജി ഫിലിം ഇത് കാണാനായിട്ടാണ് പോയത്. അതിന് മുമ്പ് നമ്മൾ താമസിച്ച ഹോട്ടൽ നല്ല ഹോട്ടലൊക്കെ ആയിരുന്നു. പക്ഷേ വൈകുന്നേരം നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഇതുപോലുള്ള കുറച്ച് പാനിപ്പൂരി സ്ട്രീറ്റുകൾ കണ്ടു. പാനിപ്പൂരി ഇഷ്ടമായതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാൻ അവിടുന്ന് കഴിച്ചതേ ഓർമ്മയുണ്ടോ, അന്ന് വൈകുന്നേരം മുതൽ ബാത്റൂമിൽ തന്നെ ആയിരുന്നു. അത്രമാത്രം ഒരു ഫുഡ് ഇൻഫെക്ഷൻ അടിച്ചു. പിറ്റേ ദിവസം രാമോജി ഫിലിമിന് പോകാൻ പറ്റിയില്ല. അതിൻ്റെ ദിവസം തിരിച്ച് നമ്മൾ നാട്ടിലോട്ട് വന്നു. അപ്പം അങ്ങനെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പം പല സ്ഥലങ്ങളിലും ഇതുപോലെ വളരെ വൃത്തിഹീനമായിട്ടുള്ള രീതിയിലാണ് വെള്ളം ഉപയോഗിക്കുന്നത്. അതുപോലെ വളരെ ശ്രദ്ധയില്ലാത്ത രീതിയിലാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് സേഫ്റ്റി റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെക്കിംഗ് നടന്നിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളത് ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. പല അസുഖങ്ങളും നമുക്ക് തടയാനായിട്ട് പറ്റും.